യഥാർത്ഥത്തിൽ NEP 2020 എന്ന നയത്തെ, പുതിയ വിദ്യാഭ്യാസ നയത്തെ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനുള്ള കുറുക്കുവഴിയാണ് PM ശ്രീ പദ്ധതി. ഞാൻ അതിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, NEP 2020 എന്ന പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ വായിച്ചാൽ അതിൽ ഒരിടത്തും PM ശ്രീ പദ്ധതി എന്നതില്ല. PM ശ്രീ പദ്ധതി NEPയുടെ ഭാഗം അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്നതല്ല. മറിച്ച് NEP 2020 നടപ്പിലാക്കാൻ ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് കഴിയാതെ വന്നപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടയെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമായി 2022 മറ്റേ 2020 2 വർഷത്തിന് ശേഷം 2022 കേന്ദ്ര ഗവൺമെന്റ് കണ്ടുപിടിച്ച കുറുക്കുവഴിയാണ് PM ശ്രീ പദ്ധതി. പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, ഉദിച്ചു വരുന്ന ഇന്ത്യക്ക് വേണ്ടി ഉള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററുടെ സ്കൂൾ പദ്ധതി എന്ന നിലയിൽ. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഇന്ത്യയിലാകെ കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം, അതൊക്കെ അതിൽ കൂടിയാണ് അത് പ്രധാനമായിട്ട് അവർ ആദ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അവർ ഇന്ത്യയിലെ ആകെ 14,500 സ്കൂളുകൾക്ക്, ഗവൺമെന്റ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. MOUയിലെ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൽ ഇംപ്ലിമെന്റ് NEP 2020 ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി. സമഗ്രമായി NEP 2020 ആ സ്കൂളിൽ നടപ്പിലാക്കണമെന്നതാണ് ആ MOUയിലെ ഒന്നാമത്തെ വ്യവസ്ഥ. അങ്ങനെയാണ് NEPയും PM ശ്രീയും തമ്മിൽ, NEP പദ്ധതിയെ നടപ്പിലാക്കാതെ ഇരുന്നപ്പോൾ അത് നടപ്പിലാക്കുന്നതിനുള്ള കുറുക്കുവഴിയായി PM ശ്രീ പദ്ധതിയെ കണ്ടതും, PM ശ്രീ പദ്ധതിയുടെ MOU ഒപ്പുവെക്കുമ്പോൾ അതിലെ പ്രഥമ കണ്ടീഷനായി, ഏറ്റവും പ്രധാന കണ്ടീഷനായി NEP 2020 അതിൻ്റെ എൻറ്റയറിറ്റിയിൽ അതൊരു ഹോളിസ്റ്റിക് മെഷറാണ്, അതിൻ്റെ സമഗ്രമായ ഇംപ്ലിമെന്റേഷനാണ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്.